ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, യേശുവേ നിൻ ഗാനം ആലപിക്കുമ്പോൾ, നിൻ തിരുനാമമെന്നാവിലുണരുമ്പോൾ ആയിരം താരകൾ പൂക്കും. കുഞ്ഞുങ്ങൾ പുഞ്ചിരി തൂകും സ്വരത്തിലും നിൻ ഗാനം, പൂക്കൾ തൻ സുഗന്ധത്തിലും തീരാത്ത നിൻ സാമീപ്യം. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. മുഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിൻ ദുഃഖമറിയും മാനുഷ നിൻമുഖം കാൺമാൻ കൊതിപ്പൂ. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല. നിന്നെ അറിയുന്നോരാരും ഈ ഉലകിൽ ആനന്ദം നേടാതടങ്ങുകില്ല, ആനന്ദം നേടാതടങ്ങുകില്ല. ആയിരം വസന്തം മനസ്സിൽ ഉണരും, ആയിരം വസന്തം മനസ്സിൽ ഉണരും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ചിന്താവിഷയം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. കുറേ പ്രാവശ്യങ്ങളായി നാം തിരുവചനത്തിൽ പല ഭാഗങ്ങളിൽ നിന്നായി ഭയപ്പെടേണ്ട എന്ന പദവും അതിനോട് ചേർന്നുള്ളതായ ആശയങ്ങളും വളരെ ഗൗരവമായി നാം ചിന്തിക്കുകയുണ്ടായി. ഭയപ്പെടേണ്ട, ഭയപ്പാടിലാണ് ഇന്നത്തെ ലോകം. നാളെയെക്കുറിച്ചുള്ളതായ അങ്കലാപ്പിലാണ് ഇന്നത്തെ ലോകം. നമ്മൾ പലരും അങ്ങനെയാണ്, പലതിലും ഭയപ്പാട്. ഈ കടം എങ്ങനെ തീരും എന്ന് ഭയപ്പാടിരിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെ തീരും? എൻ്റെ ആയുസ്സിൽ ഈ കടം തീരുമോ? എനിക്ക് മനുഷ്യരുടെ മുമ്പിലൊന്ന് തല ഉയർത്തി നടക്കാനാകുമോ? എനിക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? എനിക്കൊരു നല്ല കാലം ഉണ്ടാകുമോ? എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കിട്ടുമോ? എനിക്ക് ഉദ്ധാരണം കിട്ടുമോ? അങ്ങനെ സംശയിച്ച് മനസ്സ് നൊന്ത് വിങ്ങിക്കഴിയുന്ന ആളുകൾ ധാരാളമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നേക്കും തള്ളപ്പെട്ട് കഴിഞ്ഞുവോ? ഒരു കാലത്തും എനിക്ക് ഒരു അഭിവൃദ്ധി ഇല്ലാതിരിക്കുമോ? സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുന്നു, നിനക്ക് അഭിവൃദ്ധി ലഭിക്കുമെന്ന്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് അഭിവൃദ്ധി ലഭിക്കുന്നില്ല? എന്നും എൻ്റെ വഴിയിൽ വിലങ്ങുതടികളാണല്ലോ, എൻ്റെ മുന്നോട്ടുള്ള ഗതി തടഞ്ഞിരിക്കുകയാണല്ലോ, ഒന്നിനൊന്ന് ഞാൻ അധപ്പതിക്കുകയാണല്ലോ. പ്രിയപ്പെട്ടവരെ കേൾക്കൂ, യേശുക്രിസ്തു പറയുന്നു ഭയപ്പെടേണ്ട എന്ന്. ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. ഇതൊരു ഭംഗിവാക്കായിട്ട് നിങ്ങൾ കേൾക്കരുത്, ആശ്വാസവാക്കായിട്ടും കേൾക്കരുത്. അതിനപ്പുറം സ്വർഗത്തിൻ്റെ അരുളപ്പാടായി നിങ്ങൾ കേൾക്കുക. സ്വർഗത്തിലെ ദൈവം നമ്മോട് വ്യക്തിപരമായി പറയുന്നു ഭയപ്പെടേണ്ട. ഭയപ്പാടിൽ ഹൃദയം വിങ്ങിക്കഴിയുന്നവർക്ക്, ഹൃദയം വിറവുകൊണ്ട് കഴിയുന്നവർക്ക് ക്രിസ്തു തരുന്നതായ ആശ്വാസവചനം ഭയപ്പെടേണ്ട എന്നാണ്. നാം മർക്കോസിൻ്റെ സുവിശേഷം 4-5 അധ്യായങ്ങളിലായി 4 രംഗങ്ങളിൽ ഭയപ്പാടുള്ള ചിലരെ നാം കാണുന്നുണ്ട്. ഒന്ന്, ഒരു വലിയ ഡേഞ്ചർ, ഒരു വലിയ അപകടം, ഒരു അത്യാഹിതം. അതിൽ ഭയപ്പെട്ട് വിറയ്ക്കുന്നു ശിഷ്യന്മാരാണത്. ഭയപ്പെട്ട് വിറയ്ക്കുന്നു, ഡേഞ്ചർ കണ്ട് ഭയപ്പെടുന്നു. അയ്യോ എന്തു ചെയ്യും? ഈ ഗലീല കടലിൽ ഞങ്ങൾ താഴുകയാണല്ലോ, രക്ഷപ്പെടുകയില്ലല്ലോ. ഞങ്ങളുടെ ജീവിതം ഇവിടെ തീരുകയാണോ? മരണം വന്ന് പിടികൂടുകയാണോ? ഈ അത്യാഹിതത്തിൽ നിന്ന് കരയേറുകയില്ലല്ലോ. കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു, തിരമാലകൾ തിമിർത്ത് കുതിക്കുന്നു, പടക് ചാഞ്ചാടുന്നു, ആടി ഒലയുന്നു. ഉണ്ടോ ഒരു ബാക്കി ഭാഗം ജീവിതത്തിന്? ഒരു ശേഷിച്ച ഭാഗം ഇനി ജീവിതത്തിനുണ്ടോ? ഇല്ലല്ലോ, തീരാൻ പോവുകയാണല്ലോ.
ഭയപ്പാടിൽ വലയുന്നു. ഡേഞ്ചർ കണ്ട് ഭയപ്പെടുന്നു. നമ്മിൽ പലരും ഡേഞ്ചർ കണ്ട് ഭയപ്പെടുന്നവരാണ്. ഡേഞ്ചർ കണ്ട് ഭയപ്പെടുന്നു. അവിടെയാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? ഇപ്പോഴും വിശ്വാസമില്ലയോ? ഭീരുക്കളാകുന്ന എന്തിന് ഭയപ്പെടണം? ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിന് കാരണം? കർത്താവ് പടകിലുണ്ട്. ഇക്കാര്യം ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന്, യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഭയപ്പാട് മാറും. ക്രിസ്തു പടകിലുണ്ടെങ്കിൽ യേശുവിനറിയാം എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന്. അവൻ സർവ്വവല്ലഭനാണ്. എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശുക്രിസ്തുവിനെ പടകിലേക്ക് നിങ്ങൾ വിളിക്കൂ. യേശു പടകിലുണ്ടായിരിക്കട്ടെ. ജീവിതത്തിൽ യേശു ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും യേശുവിന് പ്രവേശിക്കാൻ തക്കവണ്ണം നിങ്ങൾ ജീവിതം മുഴുവൻ ക്രിസ്തുവിന് തുറന്നു കൊടുക്കുക. എല്ലായിടത്തും യേശുവിന് പ്രവേശനം കിട്ടണം. ചിലത് നിങ്ങൾക്കായി മാറ്റിവെക്കരുത്. നിങ്ങൾക്കായി നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും പിടിച്ചു വയ്ക്കുന്നു. ക്രിസ്തുവിന് തുറന്നു കൊടുത്തിട്ടില്ല. ചിലതെല്ലാം തുറന്നു കൊടുത്തു, ശരിയാണ്. പക്ഷേ ഇന്നും ചിലത് ക്രിസ്തുവിന് തുറന്നു കൊടുത്തിട്ടില്ല. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റേത്. കർത്താവേ, എനിക്ക് പേര് വേണ്ട, എനിക്ക് വിരുവ് വേണ്ട, നിൻ്റെ നാമം മഹത്വപ്പെട്ടാൽ മതി. ഇങ്ങനൊരു സമർപ്പണം പറയാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് ഡേഞ്ചറിന് മുമ്പിൽ ഭയപ്പാട് കൂടാൻ നിൽക്കാൻ പറ്റും. ഭീരുവാകേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. കർത്താവേ, എനിക്കല്ല മാനം, അവിടത്തേക്കാണ് മഹത്വം. അവിടുത്തെ മഹത്വത്തിനായി ഈ ആയുസ് ഞാൻ വേർതിരിച്ചിരിക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്കത് വിഷയം പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് എത്രത്തോളം നിന്നെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് നിന്നെ സ്നേഹിക്കണം. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് എത്രത്തോളം നിൻ്റെ പരിശുദ്ധനാകാൻ പറ്റുമോ അത്രത്തോളം ഒരു പരിശുദ്ധനാകണം. കർത്താവേ, ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് എത്രത്തോളം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ പറ്റുമോ അത്രത്തോളം ചെലവഴിക്കപ്പെടാൻ പറ്റണം. ശ്രദ്ധിച്ചോ? നാലാമത്തെ കാര്യം, കർത്താവേ, ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് യേശു എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിപ്പാൻ പറ്റുമോ അത്രത്തോളം സ്തുതിപ്പാൻ ഈ കൃപ തരണം. 4 കാര്യങ്ങൾ. 1, യേശുവിനെ സ്നേഹിക്കണം. 2, യേശുവിൻ്റെ വിശുദ്ധനാകണം. 3, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. 4, യേശുക്രിസ്തുവിനെ സ്തുതിക്കണം. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, ഒരു മനുഷ്യനെ ഭൂമിയിൽ വെച്ച് എത്രത്തോളം എൻ്റെ യേശുവിനെ സ്നേഹിക്കാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് യേശുവിനെ സ്നേഹിക്കണം. ഒരു മനുഷ്യനെ ഭൂമിയിൽ വെച്ച് എത്രത്തോളം ഒരു പരിശുദ്ധനാകാൻ പറ്റുമോ അത്രത്തോളം എനിക്കൊരു പരിശുദ്ധനാകണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യനെ ഭൂമിയിൽ വെച്ച് എത്രത്തോളം യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടാൻ പറ്റുമോ അത്രത്തോളം എനിക്ക് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടണം. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ വെച്ച് എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ യേശു എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞ് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കാൻ പറ്റുമോ അത്രത്തോളം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ എനിക്ക് സ്തുതിക്കാൻ പറ്റണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ ലക്ഷ്യം വന്നാൽ പിന്നെ ഭയപ്പാടില്ല, ഒരു ഭയവുമില്ല, ഒരു കാര്യത്തിൽ അങ്കലാപ്പ് വരില്ല, ഒരു കാലത്തും നിങ്ങൾക്ക് ഭീരുത്വം വരികയില്ല. പിന്നെ മനുഷ്യ സഹജമായി ഏതെങ്കിലും ഭയപ്പാടുകൾ വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് എല്ലാം നിങ്ങൾക്ക് എല്ലാം ശാന്തമാക്കി തരും. അന്നിമിഷം. ഡേഞ്ചർ വരില്ലെന്നല്ല, ഡേഞ്ചർ വരും. അത്യാഹിതം വരികയില്ലെന്നല്ല, അത്യാഹിതം വരും. രോഗം വരികയില്ലെന്നല്ല, രോഗം വരും. പണത്തിന് ഞെരുക്കം വരികയില്ലെന്നും അല്ല, എല്ലാം വരും. പക്ഷേ അത് മുന്നോട്ട് പോകാൻ കർത്താവ് സമ്മതിക്കുകയില്ല. കർത്താവ് പടകിൽ എഴുന്നേറ്റ് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കും. യേശു എഴുന്നേറ്റ് നിൽക്കും. കുടുംബം കലങ്ങിയവരുണ്ട്, ഭർത്താവുമായി പിണങ്ങി കഴിയുന്നവരുണ്ട്, ഭർത്താവുമായി ഇണക്കം കിട്ടാത്തവരുണ്ട്, ഭാര്യയോട് അടുക്കാൻ പറ്റാത്തവരുണ്ട്, എന്തെല്ലാമോ ചില അശുദ്ധികളിലേക്കോ അനർത്ഥങ്ങളിലേക്കോ ദുശീലങ്ങളിലേക്കോ പോയവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാതാപിതാക്കളുമായി രമ്യതയില്ലാത്ത മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, പടകിലുള്ള യേശുവിനെ നിങ്ങൾ വിളിക്കൂ. ദൈവത്തിന് സ്തോത്രം. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നെന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ യേശുവിനെ ഉണർത്തുക. യേശുവിനോട് പറയുക, നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുക. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ ഇത് കാണുന്നില്ലേ? എൻ്റെ വേദന നീ അറിയുന്നില്ലേ? എൻ്റെ പ്രശ്നം നീ കാണുന്നില്ലേ? എൻ്റെ അങ്കലാപ്പ് നീ അറിയുന്നില്ലേ? എൻ്റെ പരിഭ്രമം നീ അറിയുന്നില്ലേ? എൻ്റെ മനസ്സ് ശാന്തതയില്ലാതെ ഉള്ളിലെന്ന് നീ അറിയുന്നില്ലേ? ദൈവത്തോട് ചോദിക്കണം. നിങ്ങൾ ദൈവസന്നിധിയിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹൃദയം പകരണം. 1, ഡേഞ്ചർ. ഭയപ്പെടേണ്ട. കാറ്റടങ്ങി, കോളടങ്ങി, തിരമാലയടങ്ങി, പടക് ശാന്തമായി, എല്ലാം നിലച്ചു. അവരെത്തേണ്ട സ്ഥലത്ത് എത്തിപ്പോയി. ദൈവത്തിന് സ്തോത്രം. എത്തേണ്ടിടത്ത് എത്തിക്കും. ഉറയ്ക്കൂ, നിങ്ങൾ ധൈര്യമായിരിക്കൂ. എത്തേണ്ടിടത്ത് എത്തിക്കും. ഉടയവനെ നിങ്ങൾ വിളിച്ചാൽ
നിങ്ങൾ എവിടെ എത്തണമോ അവിടെ കർത്താവ് നിങ്ങളെ എത്തിക്കും. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കൂ, വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോവുകയില്ല, തുടങ്ങി തന്നിട്ട് പൂർത്തീകരിക്കാതെ മാറുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. വിശ്വസിക്കൂ, എന്നെ വിളിച്ചത് ക്രിസ്തു ആണെങ്കിൽ എങ്കിൽ എന്നെ അക്കരെ എത്തിക്കാൻ അവൻ ശക്തനാണ്. നിങ്ങൾ പതറേണ്ട കാര്യമില്ല. ക്രിസ്തുവിൻ്റെ ശബ്ദമാണോ എന്നെ ഒരിക്കലും ഉണർത്തിയത്? ഒരു കൂട്ടായ്മയല്ല എന്നെ ഉണർത്തിയത്, ഒരു ദൈവവേദനയല്ല എന്നെ ഉണർത്തിയത്. എന്നെ ഉദ്ധരിച്ചത് ഈ ഭൂമിയിലൊരു കൂട്ടായ്മയോ ദൈവമക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയ പ്രസ്ഥാനങ്ങളോ അല്ല, ഒരു പ്രസംഗമല്ല എന്നെ ഉണർത്തിയത്. എന്നെ ഉണർത്തിയത് ജീവിക്കുന്ന ക്രിസ്തു. ഈ ഉറപ്പ് നിങ്ങൾക്ക് വേണം. എന്നെ വിളിച്ചത് ഗോകുൽത്തായിലെ സ്നേഹം. ഈ ഉറപ്പ് നിങ്ങൾക്ക് വേണം. അങ്ങനെ വ്യക്തിപരമായി നിങ്ങൾ യേശുക്രിസ്തുവിലുള്ളതായ ശരണം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തിയോടെ മുന്നോട്ട് പോകാൻ പറ്റും, ധൈര്യത്തോടെ പോകാൻ പറ്റും. ഒന്ന്, ഡേഞ്ചർ, ഭയപ്പെടേണ്ട. രണ്ടാമത്തേത് ഡെവിൾ അല്ലെങ്കിൽ ഡെമൺ, ഭൂതാത്മാവ്. ഭൂതാത്മാവുള്ളൊരു മനുഷ്യൻ വസ്ത്രം ധരിക്കില്ല. 5-ാം അധ്യായം ആദ്യ ഭാഗം, മർക്കോസ് 5-ന്റെ ആദ്യം. ഭൂതാത്മാവുള്ള മനുഷ്യൻ എല്ലാവരും പേടിച്ച് വിഷമിച്ചിരിക്കുകയാണ്, ഭയന്നിരിക്കുകയാണ്, വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. കാരണം ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു. അത്ര വയലൻ്റാണ് അവൻ, അക്രമം ചെയ്യും. ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് പുറത്തിറങ്ങാൻ പേടിക്കുന്നു. ഇന്നത്തെ രീതിയിലാണെങ്കിൽ ഇന്ന് റോഡിലോട്ട് ആരെങ്കിലും ഇറങ്ങാൻ പേടി ഇല്ലേ? നാം പത്രത്തിൽ വായിച്ചില്ലേ, അവിടെ എങ്ങാണ്ട് പുലി ഇറങ്ങിയപ്പോഴേക്കും ആളുകൾ അയ്യോ, പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പേടി, വാതിലൊക്കെ അടച്ച് ആളുകൾ അവിടെ ആ നാട്ടിൽ ആളുകളിൽ അങ്ങനെ അകത്തിരിക്കുകയാണ്, പേടിച്ചിരിക്കുകയാണ്. ഭയം. ഈ ഭൂതാത്മാവുള്ള മനുഷ്യൻ എപ്പോഴാണ് ആക്രമിക്കുന്നത് ആർക്കറിയാം? അവൻ സാധാരണഗതിയിൽ പാർക്കുന്നത് കല്ലറയിലാണ്, സിമിത്തേരിയിലാണ് പാർപ്പ്. വസ്ത്രം ധരിക്കില്ല, നഗ്നതാ ബോധമില്ല, ലജ്ജയില്ല, സുബോധം നഷ്ടപ്പെട്ടു, ശരിക്കും ഭ്രാന്തൻ, അക്രമം ചെയ്യും. നല്ല കരുത്തനാണ് താനും. വിലങ്ങുരുമി ഒടിക്കും, ചങ്ങല വലിച്ച് പൊട്ടിക്കും, അത്ര ശക്തനാണ്. എല്ലാവരും ഭയപ്പാടിലാണ്. എൻ്റെ വീട്ടിലുള്ളവർ ഭയപ്പാടിലാണ്, എൻ്റെ ഭാര്യ ഭയപ്പാടിലാണ്, എൻ്റെ മക്കൾ ഭയപ്പാടിലാണ്. പക്ഷേ അവൻ യേശുക്രിസ്തുവുമായി ഒന്ന് കണ്ടുമുട്ടി. ഒരു ദിവസം യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടി. അതൊരു വലിയ അത്ഭുതമാണ് കേട്ടോ. യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടുക. നിങ്ങൾക്ക് അനുഭവം കിട്ടിയിട്ടുണ്ടോ? യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടുക ഉണ്ടെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ അനേകം പേര് കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു മാനസാന്തരം കിട്ടിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിട്ടുണ്ട്. ക്രിസ്തു നിങ്ങളുടെ വ്യക്തിപരമായി സംസാരിച്ച അനുഭവം നിങ്ങൾക്ക് പലർക്കും ഉണ്ട്. അല്ല, ഇതുവരെ അങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കർത്താവോട് പറയണം, കർത്താവേ, യേശുക്രിസ്തുവുമായി കണ്ടുമുട്ടുന്ന ആ മഹാഭാഗ്യത്തിൻ്റെ സുദിനമാക്കി തരണം. ഇന്ന് ക്രിസ്തുവുമായി കണ്ടുമുട്ടണം. ഇന്നെനിക്ക് ദൈവമേ, അദൃശ്യനായ ക്രിസ്തുവിനെ എനിക്ക് കണ്ടുമുട്ടണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യമാണ്. ക്രിസ്തുവുമായി കണ്ടുമുട്ടി. ക്രിസ്തുവുമായി കണ്ടുമുട്ടിയപ്പോൾ ക്രിസ്തുവിന് മാത്രം അവൻ്റെ മുമ്പിൽ ചെല്ലാൻ പേടിയില്ല, അവൻ്റെ മുമ്പിൽ നിൽക്കാൻ പേടിയില്ല. കാരണം ക്രിസ്തു സൃഷ്ടാവാണ്, സർവ്വവല്ലഭനാണ്, നിത്യനായ ദൈവമാണ്. യേശുക്രിസ്തു എൻ്റെ മുമ്പിൽ നല്ല പ്രസന്നതയോടെ നിന്നു. നിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അവൻ തുറന്നു പറഞ്ഞു, ഞാൻ പേര് പറയാൻ നിർവാഹമില്ല, കാരണം ഞങ്ങൾ പലരാണ്. ഒരുപടി ഭൂതങ്ങളകത്തുണ്ട്, 6000 എണ്ണം. 6000 ഭൂതങ്ങളാണ് ഈ മനുഷ്യനകത്ത് കയറിയത്. യേശുക്രിസ്തു ആജ്ഞാപിച്ചു, ഭൂതാത്മാവിനോട് പറഞ്ഞു, ഇവനെ വിട്ടുപോക എന്ന് പറഞ്ഞു. ഭൂതം വിട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതെല്ലാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഏതെങ്കിലും ഭൂതങ്ങൾ നിങ്ങളുടെ മേലുണ്ട് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? എങ്കിൽ നിങ്ങൾക്കിപ്പോൾ കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, ഈ ഭൂതാത്മാവിൽ നിന്ന് മാറണം. ചില അരുതാത്ത ചിന്തകൾ എനിക്ക് വരുന്നു, ഒരു ഭൂതാത്മാവാണ്. ചില ദുശ്ശീലങ്ങൾ എന്നെ വേട്ടയാടുന്നു, കർത്താവ്, ഒരു ഭൂതാത്മാവാണ്. ചില അഴുക്ക് ആഗ്രഹങ്ങൾ, മോഹങ്ങൾ എൻ്റെ പിന്നാലെ വിടാതെ കൂടുന്നു, ഭൂതാത്മാവാണ്. എൻ്റെ കർത്താവേ, എനിക്ക് ചിലരോടൊരു വെറുപ്പ് വരുന്നു, അതൊരു ഭൂതാത്മാവാണ്. എൻ്റെ അപ്പനോട് തന്നെ എനിക്ക് വൈരാഗ്യം വരുന്നു, അതൊരു ഭൂതാത്മാവാണ്. എൻ്റെ കർത്താവേ, എൻ്റെ അമ്മയോട് എനിക്കൊരു നീരസം വരുന്നു, ഒരു ഭൂതാത്മാവാണ്. എൻ്റെ ഭാര്യ എനിക്ക് അറപ്പ് പോലെ തോന്നുന്നു, വേറെ ഏതോ സ്ത്രീയോടാണ് എനിക്ക് താല്പര്യം, കർത്താവേ, അതൊരു ഭൂതാത്മാവാണ്. നിങ്ങൾ അംഗീകരിക്കൂ. എൻ്റെ ഭർത്താവ് എന്ത് പറഞ്ഞാലും ഞാൻ തർക്കുത്തരമായി പറയൂ, അതൊരു ഭൂതാത്മാവാണ്. എനിക്ക് കോപം അടക്കാൻ പറ്റുന്നില്ല, കോപക്കലി. കർത്താവേ, ഞാൻ ഭ്രാന്ത് പിടിച്ചതുപോലെ കോപിക്കുന്നു, അതൊരു ഭൂതാത്മാവാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ ഭൂതാത്മാക്കൾ, എന്നെ വലയം ചെയ്ത് നിൽക്കുന്ന ഈ ഭൂതാത്മാക്കൾ, എന്നെ ആവേശിച്ചിരുന്ന ഈ ഭൂതാത്മാക്കൾ, കർത്താവേ, എന്നിൽ നിന്ന് മാറ്റാൻ നിനക്ക് മാത്രമേ കഴിയൂ. ഒരു കൂട്ടായ്മയ്ക്ക് സാധിക്കില്ല. ഈ ദുരാത്മാക്കളെ മാറ്റാൻ ഒരു വ്യക്തിക്കും സാധിക്കില്ല, ഭൂമിയിൽ ഒരു മനുഷ്യന് പോലും സാധിക്കുകയില്ല. യേശുവേ, അവിടത്തേക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് നിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 6000 ഭൂതങ്ങൾ ആ മനുഷ്യനിൽ വിട്ടുപോയി. ആ ഭൂതങ്ങൾ കയറിയ പന്നികളെല്ലാം കൂടി കൂട്ടമായി പോയി കടലിൽ വീണ് ചത്തു. ആ മനുഷ്യൻ സ്വതന്ത്രനായി. നഗ്നത മാറി, അവൻ വസ്ത്രം ധരിച്ചു, അവൻ സുബോധം പൂണ്ടു. അവൻ ആ നാട്ടിൽ അവൻ യേശു ക്രിസ്തു ജീവിക്കുന്നു. ഭൂതാത്മാക്കളുടെ മേൽ അധികാരമുള്ള ക്രിസ്തു ജീവിക്കുന്നു. ഈ നാട്ടിൽ യേശു ക്രിസ്തു വന്നു. ഈ നാട്ടിൽ ഭൂതഗ്രസ്തനായ എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഇന്ന് ഞാൻ സുബോധമുള്ളനായി തീർന്നതിന് കാരണം യേശുവാണ്. അവൻ പറഞ്ഞു നടന്നു, അവൻ സാക്ഷിച്ചു. ദൈവനാമം മഹത്വപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. 1 ഡേഞ്ചർ, 2 ഡെമൺ, മൂന്നാമത്തേത് ദൈവത്തിന് സ്തോത്രം ഡിസീസ്. നമുക്ക് വായിക്കാം. മർക്കോസ് 5:25 മുതൽ. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ക്ഷണത്തിൽ, എൻ്റെ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, ക്ഷണത്തിൽ, നിമിഷത്തിനുള്ളിൽ ഇന്ന് നിങ്ങളിൽ നിന്ന് ഈ രോഗബാധ മാറും. രോഗസൗഖ്യത്തിന് വേണ്ടിയൊന്നും അങ്ങനെയുള്ള അത്ഭുതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷേ യേശുക്രിസ്തുവിനെ ഒരാൾ സ്വീകരിച്ചാൽ അവിടെ രോഗസൗഖ്യം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അനുഭവം കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രോഗബാധയാൽ പീഡിതരായിട്ട് ആരെല്ലാം ഉണ്ട്? രോഗബാധ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? യേശു ഇതാ കടന്നു പോകുന്നു. അന്ന് ദക്കപ്പലി നാട്ടിൽ കൂടി, യെരൂശലേമിൽ കൂടി, എറിഹോയിൽ കൂടി, ബേസൈദാ ദേശത്ത് കൂടി, കഫർനഹൂമിൽ കൂടി, ബേഥാനിയിൽ കൂടി, ഗദര ദേശത്ത് കൂടി. ദൈവത്തിന് സ്തോത്രം. അന്ന് നടന്നുപോയ അതേ യേശു ഉയർത്തെഴുന്നേറ്റ മിശിഹാ തമ്പുരാൻ ഇതാ നമ്മുടെ അരികത്തോടെ നടന്നു പോകുന്നു. നിങ്ങൾക്ക് ബാധയുണ്ടോ? രോഗബാധയുണ്ടോ? ഏതാണ് നിങ്ങളുടെ രോഗബാധ? നിങ്ങൾ പറയേണ്ട, യേശുവിനറിയാം. എവിടെയാണ് നിങ്ങളുടെ രോഗബാധ? നിങ്ങൾ പറയുന്നതിന് മുമ്പ് യേശുവിനറിയാം. സൃഷ്ടാവിനറിയാമല്ലോ സൃഷ്ടിയുടെ കേടുകൾ. എവിടെയാണ് കേട്? എവിടെയാണ് രോഗാണുക്കൾ ബാധിച്ചിരിക്കുന്നത്? സൃഷ്ടാവിനറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടിപ്പിണരാൽ സൗഖ്യം. വിശ്വസിക്കുമോ നിങ്ങൾ? വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട. യേശുക്രിസ്തു ഇതാ കടന്നു പോകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കൊരു വാക്ക് പറയൂ, കർത്താവേ, മനസ്സറിഞ്ഞ് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പാവം വരികയില്ല. കർത്താവേ, നിന്റെ തൃക്കരവിനെ തൊടണമേ. എൻ്റെ മേലുള്ള അശുദ്ധിയും അഴുക്കും തിന്മയും ദുഷ്ടതയും എല്ലാ കൊള്ളരുതായ്മയും മാറ്റി എന്നെ വിശുദ്ധനാക്കണമേ. കർത്താവേ, ഇപ്പോൾ നിൻ്റെ തൃക്കരവിനെ തൊടണമേ. എൻ്റെ രോഗമുള്ള ഭാഗത്ത് നിൻ്റെ ആണിപ്പാടുള്ള കരം വയ്ക്കണമേ. നിൻ്റെ തിരുരക്തം പുരണ്ട കരം എൻ്റെ രോഗമുള്ള ഭാഗത്ത് വയ്ക്കണമേ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവിടെ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ മാത്രമല്ല, ദൂര ദേശങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നവരെല്ലാവരും ഇപ്പോൾ അതാത് സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇരുന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ, ഒറ്റയായിരുന്നു വചനം കേൾക്കുന്നവർ, അവരോരോരുത്തരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. സൗഖ്യദായകൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. രോഗബാധയുള്ളവരെ തൊടുവാൻ യേശുക്രിസ്തുവിന് മനസ്സാണ്. അവൻ രോഗങ്ങളെ ഏറ്റുവാങ്ങുന്നവനാണ്. അവൻ രോഗം ശീലിച്ചവനാണ്. രോഗഗ്രസ്തനെ പോലെ കുരിശിൽ കിടന്ന് പിടഞ്ഞവനാണ്. അവൻ മുഖം വിരൂപമാക്കപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. കന്നത്ത് അടിയേറ്റവനാണ്. മുഖത്ത് തുപ്പലേറ്റവനാണ്. കൈകളും കാലുകളും തുളഞ്ഞവനാണ്. ചങ്കിൽ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി തിരക്തം ഒഴുക്കിയവനാണ്. അവൻ്റെ ശിരസിൽ മുൾമുടി വെച്ചവനാണ്. കർത്താവായ യേശുക്രിസ്തു അവൻ നിങ്ങളുടെ അരികിലേക്ക് നടന്നു വരുന്നു. അവൻ നിങ്ങളുടെ സമീപത്തോടെ നടന്നു പോകുന്നു. അന്ന് 12 കൊല്ലമായി രക്തവാർച്ചയുണ്ടായിരുന്ന സ്ത്രീ യേശു നടന്നു പോകുന്നത് അറിഞ്ഞു. ആ ദേശത്തേക്ക് യേശു വരുന്നു എന്നറിഞ്ഞു. എന്തൊരു മഹാഭാഗ്യം! യേശു എൻ്റെ അരികത്തേക്ക് വരുന്നു. എൻ്റെ നാട്ടിലൂടെ യേശു വരുന്നു. എൻ്റെ സമീപത്തൂടെ യേശു വരുന്നു. ഞാൻ ഇരിക്കുന്നിടത്തേക്ക് യേശു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ എഴുന്നേറ്റു, പ്രാഞ്ചി നടന്നു. എല്ലാം നഷ്ടപ്പെട്ടവളാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഇന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ടു.
പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ആശ അസ്തമിച്ചു, എല്ലാം നഷ്ടപ്പെട്ടവളാണ്. ഒരു സൗഖ്യവുമില്ലാതെ 12 കൊല്ലമായി വലയുന്നവളാണ്. എന്നാൽ ഈ രക്തവാർച്ച കൊണ്ട് വിഷമിച്ച് ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയതുകൊണ്ട് മെലിഞ്ഞുണങ്ങി എല്ലും തോലുമായ പാവം സ്ത്രീ അവൾ വേച്ച് നടന്നു. യേശു അരികത്തൂടെ ഇതാ അനേകം പുരുഷാരും നടക്കുന്നു. അരികത്തേക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല. അവൾ എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അരികത്ത് വന്ന് തിരുമുമ്പാകെ ഒന്ന് മുട്ടുകുത്തണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് കരയണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്, ഒന്ന് അപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാധിക്കുന്നില്ല. ഇനി എന്താണ് പോകാൻ വഴി? അവൾ പിറകിൽ കൂടി ചെന്ന് ആ വസ്ത്രത്തിൻ്റെ തൊങ്കലിൽ ഒന്ന് തൊട്ടു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ മെലിഞ്ഞുണങ്ങിയ കരങ്ങൾ കൊണ്ട് യേശുവിൻ്റെ പരിശുദ്ധമായ ആ തിരുവസ്ത്രത്തിൻ്റെ തൊങ്കലിൽ അവൾ ഒന്ന് തൊട്ടു. പെട്ടെന്ന് ഇതാ അവൾ അത്ഭുതപ്പെട്ടു. എൻ്റെ രോഗം മാറിയല്ലോ. അവൾ ശരീരത്തിൽ അറിഞ്ഞു, രക്തസ്രവം നിന്നു, അവളുടെ രോഗം മാറി. അവൾ ശരീരത്തിൽ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതിപ്പോൾ തന്നെ നടക്കട്ടെ, ഇവിടെ വെച്ച് നടക്കട്ടെ. നിങ്ങൾ വൈകണ്ട, നിങ്ങൾ താമസിക്കേണ്ട. ഇവിടെ വെച്ച് ഈ രോഗസൗഖ്യം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. നിങ്ങളെ തൊടുവാൻ യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ അവനെ തൊടുക, അവൻ നിങ്ങളെ തൊടും. അവൻ നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ രോഗം മാറും. ദൈവത്തിന് സ്തോത്രം. അവന് തിരുവസ്ത്രത്തിൻ്റെ തൊങ്കലിൽ നിങ്ങൾ തൊടു, പ്രിയപ്പെട്ടവരെ. അവനിതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. അവൻ നിങ്ങളുടെ സമീപത്തോട് നടന്നു പോകുന്നു. തിരുവസ്ത്രത്തിൻ്റെ തൊങ്കലിൽ തൊട്ടു. യേശു അവിടെ നിന്നു. എന്നെ തൊട്ടതായിരുന്നു ചോദിച്ചു. എന്നിൽ ശക്തി പുറപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. ശക്തി പുറപ്പെട്ടു. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, അദ്ദേഹം മരിക്കാൻ കിടക്കുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ സ്നേഹിതന്മാർ ചോദിച്ചു, അങ്ങേക്ക് നല്ല ഉറപ്പോടുകൂടിയാണോ മരിക്കുന്നത്? എന്ന് പറഞ്ഞു, ഉറപ്പിന് എന്താണ് കുഴപ്പം? എനിക്ക് ഉറപ്പുണ്ടല്ലോ. അവസാനത്തെ വാക്കുകൾ ഇതാണ്: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ശാസ്ത്രജ്ഞനായ മൈക്കിൾ ഫാരഡേ പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. നല്ല ഉറപ്പ്. വേദപുസ്തകത്തിൽ വാക്യമാണത്. തീമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നതാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തത്വചിന്തകനായ ഹെർബർട്ട് സ്പെൻസർ, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ സ്നേഹിതന്മാർ ചോദിച്ചു, അങ്ങ് കടന്നു പോയതിന് ശേഷം അങ്ങയുടെ ശവകുടീരത്തിൽ ഒരു സ്മാരക സ്തംഭം എഴുതി വയ്ക്കണമെന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അങ്ങയുടെ ശവകുടീരത്തിൽ ഒരു ഓർമ്മസ്തംഭം എഴുതി വയ്ക്കണമെന്നുണ്ടല്ലോ, ഞങ്ങൾ എന്താണ് അതിൽ കൊത്തിവെക്കേണ്ടത്? അദ്ദേഹം കുറച്ച് നേരം ആലോചിച്ച് കിടന്നു. കണ്ണീര് ഉറന്ന് കടക്കണ്ണിൽ കൂടി. ഒരു തുള്ളി കണ്ണീരിങ്ങനെ പൊഴിച്ചുകൊണ്ട് അദ്ദേഹം കിടന്ന കിടപ്പിൽ ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെഴുതിയാൽ മതി. മോസ്റ്റ് അൺഹാപ്പി, മോസ്റ്റ് അൺഹാപ്പി, ഏറ്റവും അധികം സന്തോഷമില്ലാത്തവൻ, ഏറ്റവും അസന്തുഷ്ടൻ, മോസ്റ്റ് അൺഹാപ്പി. എന്താ കാരണം? പിടിച്ചില്ല, യേശുവിനെ പിടിച്ചില്ല, ക്രിസ്തുവിനെ കിട്ടിയില്ല. തത്വചിന്തകൾ പഠിച്ചു, താത്വികമായ ദർശനങ്ങൾ കിട്ടി, താത്വികമായ അവബോധം കിട്ടി. ഒരു ദാർശനികനായിരുന്നു, താത്വിക ആചാര്യനായിരുന്നു. പക്ഷെ ദൈവമില്ല എന്ന് പഠിപ്പിച്ചു. ദൈവമില്ലാത്തവനായി കടന്നുപോയി. മോസ്റ്റ് അൺഹാപ്പി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ക്ലോറോഫോം കണ്ടുപിടിച്ച സിംസൺ, ജെയിംസ് സിംസൺ, ക്ലോറോഫോം കണ്ടുപിടിച്ച, ഈ മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ച ജെയിംസ് സിംസൺ പറഞ്ഞു ഒരിക്കൽ, എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല, മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ബഹിരാകാശ സഞ്ചാരിയായി ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അവിടെ കാലുകുത്തി ഉടനെ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തോത്രം. പിന്നീട് ചന്ദ്രനിൽ കാലുകുത്തിയ ഇർവിൻ എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, വേദപുസ്തകം ഉണർത്തിയിട്ട് 8-ാം സങ്കീർത്തനം വായിച്ചു, നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെയും ഓർത്താൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മർത്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. വേദപുസ്തകം തുടർന്ന് വായിച്ചു. ചന്ദ്രനിൽ വേദപുസ്തകം ചെന്നു. ദൈവത്തിന് സ്തോത്രം. വേറൊരു പുസ്തകം ചന്ദ്രനിലേക്ക് പോയില്ല, ചന്ദ്രനിലേക്ക് വേദപുസ്തകം കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളെന്ത് പറയുന്നു? തൊടാൻ കൊള്ളാവുന്നിടക്ക് വന്നിട്ടുണ്ട്. തോന്നുന്നുണ്ടോ തൊടാൻ? ആഗ്രഹമുണ്ടോ തൊടാൻ? നിങ്ങളുടെ അരികത്തുകൂടെ നടക്കുന്നുണ്ട്. വൈകണ്ട.
മോനെ വൈകണ്ട, നിൻ്റെ രോഗഗ്രസ്തമായ ശരീരം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിൻ്റെ വാടിപ്പോയ ശരീരം അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. രോഗം നിന്നെ കാർന്നു നിന്നതായി ശരീരം യേശുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളെ അത്ഭുതകരമായി സഹായിക്കും. യേശു നിങ്ങൾക്ക് സൗഖ്യം തരും. അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം. ഡിസീസ് മാറുന്നു, രോഗം മാറുന്നു. 1 ഡേഞ്ചർ, 2 ഡെമൺ, 3 ഡിസീസ്. ദൈവത്തിന് സ്തോത്രം. നിത്യനായ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ കിട്ടുന്ന അത്ഭുതങ്ങളാണിത്. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അനുഭവിക്കാൻ തോന്നുന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ യേശുവിനെ അടുത്ത് കിട്ടാൻ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ യേശുവിനെ തൊടാൻ? യേശുവിൻ്റെ അരികത്ത് വന്ന് തൊട്ടുകൊണ്ട്, വിശ്വാസത്തോടെ തൊട്ടുകൊണ്ട്, കർത്താവേ ഈ രോഗത്തിന് ഒരു പരിഹാരം തരണമേ, ഒരു ശാന്തി തരണമേ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ? ഇവിടെ രോഗഗ്രസ്തരായി അനേകർ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷേ ക്യാൻസർ രോഗികൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്, ആസ്മ രോഗികൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷയരോഗികളെ വാക്കുകൾ കേൾക്കുന്നുണ്ട്, ഹാർട്ടിൽ രോഗമുള്ളൊരു വാക്കുകൾ കേൾക്കുന്നുണ്ട്, കരൾ രോഗമുള്ളൊരു വാക്കുകൾ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ തലച്ചോറിൽ ട്യൂമറുള്ളൊരു വാക്കുകൾ കേൾക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, ഏതെല്ലാം രോഗമാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾ ആ രോഗവുമായി യേശുവിൻ്റെ അരികിലേക്ക് വരൂ. ഇപ്പോൾ യേശു നിങ്ങളുടെ അരികത്തോട് നടക്കുന്ന ഈ സമയത്ത് കരം നീട്ടി അവനെ തൊടൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മറക്കരുത്, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. യഹോവ റാഫ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. വീണ്ടും ദൈവത്തിന് സ്തോത്രം. യേശുവോട് പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധി ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. എന്തൊരാശ്വാസം! നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധി ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ ഒരു ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. തിരുവചനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഹൃദയം തകർക്കുന്ന സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മ നൽവരം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. എല്ലാവരെയും തലോടണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, രോഗങ്ങൾ മാറ്റണമേ, ആപത്തുകൾ നീക്കണമേ, ദുരാത്മാക്കളെ ദൂരീകരിക്കണമേ. കർത്താവേ, മരണം മാറി ജീവൻ വരുന്നതായി അത്ഭുതം നടക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. എല്ലാ ഭയപ്പാട് മാറ്റണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ ഹൃദയ സമാധാനം നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.